ഈ ഇസ്രായേൽ മക്കൾ ദൈവമായിട്ടുള്ള വിഷയം വന്നപ്പോൾ കാരണം അനുസരണക്കേട് തുടർന്ന് ദൈവം പറഞ്ഞ് ജനത്തെ നശിപ്പിക്കും. മോശ പറഞ്ഞു, ഈ ജനത്തെ നശിപ്പിക്കല്ലേ, ദൈവത്തെ സ്തുതിച്ച്. മറ്റുള്ള ജാതികൾ പറയും ഈ മരുഭൂമിയിലെ ദൈവത്തിന് രക്ഷിക്കാൻ കഴിയാൻ ചേട്ടാ. അവസാനം ദൈവം പറഞ്ഞു, ഓക്കെ ശരി, ഞാൻ കൊല്ലുന്നില്ല. പക്ഷെ എന്നിട്ടും പറയാം, മോശ നിന്നിലൂടെ ജാതി, നിന്നിലൂടെ ജാതി, ദൈവത്തെ സ്തുതിച്ച്. അവസാനം ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നിന്റെ കൂടെ വരത്തില്ല, ഞാൻ എൻ്റെ ദൂതനെ വിടാം. അമ്മയും പറയാം, എൻ്റെ ദൂതനെ വിടാം. ഉടനെ പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ തിരുസാന്നിധ്യം കൂടെയില്ലെങ്കിൽ പേര് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് അമ്മാച്ചൻ കൂടെ ഉണ്ടായിരുന്നാൽ മതി, അച്ഛന് മതി, അമ്മാമ്മ മതി, കുഞ്ഞുങ്ങൾ മതി, കുഞ്ഞെ പോര കുഞ്ഞെ, അവനൊക്കെ ബലഹീനത കുഞ്ഞെ, പാലേക്കാർ ചുടിച്ചു പോകും, യവനക്കാർ ഇടറി വീഴും. അവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പോകും. കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുകയെ. മോശം പറഞ്ഞു, തിരുസാന്നിധ്യം കൂടെയില്ലെങ്കിൽ ഞങ്ങളെ നയിക്കല്ലേ. കർത്താവിനെ മഹത്വപ്പെടുത്തുകയെ. ഒരിക്കൽ എലിശയുടെങ്കിലേക്ക് അവർ പറഞ്ഞു, ഞങ്ങൾ താമസിക്കുന്നത് ഇടുക്കമാണ്, ഞങ്ങൾ യോർദാനോളം പോയി മരം വെട്ടട്ടെന്ന് പറഞ്ഞു. എലിശ പറഞ്ഞപ്പോൾ പോടാന്ന്. ദൈവത്തിന്റെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾക്കൊരു വിശാലത വേണമെന്ന് പറഞ്ഞാൽ അത് ആഗ്രഹിക്കുന്നത് പറയാത്തത് അവസ്ഥ. ഹൃദയത്തിനകത്തുണ്ട്. മറ്റുള്ളൊരു വീട് വെക്കുമ്പോഴും നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ഒരു ആഗ്രഹം വരും. ആ ആഗ്രഹം കൊണ്ട് പറ്റത്തില്ല. അതിൻ്റെ മക്കൾ ഇൻഡിവിജ്വൽ ദൈവത്തെ സ്തുതിച്ച്. അയൽവക്കത്തെ ഒരു കുഞ്ഞിനെ അവൻ്റെ മാർഗം ശ്രദ്ധിച്ച് മാതാപിതാക്കൾ ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കുന്നത് എൻ്റെ കുഞ്ഞിനെ മേടിച്ചു കൊടുക്കണമെന്നില്ല. പക്ഷെ അവൻ ആവശ്യപ്പെടുമ്പോഴും അപ്പോൾ എനിക്കും വേണം, ദൈവത്തെ സ്തുതിച്ച്. മമ്മി എനിക്കും വേണം, അതിനെനിപ്പോൾ വേണം, അതിൻ്റെ ആവശ്യം ഐസൽ എനിക്ക് കിട്ടിയൊക്കെ തോന്നും. ദൈവത്തെ സ്തുതി. അതാണ് മക്കളത്തിൽ അവകാശം. മനസ്സിലായ പറഞ്ഞേ, ദൈവത്തിന് നിനക്ക് നല്ലൊരു വീട് വേണം, നല്ലൊരു വാഹനം, എല്ലാം ദൈവത്തിന് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെ. ദൈവത്തെ സ്തുതിച്ച്. ഈ മനുഷ്യൻ പറഞ്ഞ് ഇടുക്കുവാൻ യോർദാനോളം പോയി. എലിശ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തെ സ്തുതിച്ചാണ് പൊക്കോളാൻ പറഞ്ഞ അവർ പറഞ്ഞത് അറിയാം. ഇന്നലെ അവർ കേട്ടതാ. എന്തോ പറഞ്ഞു, ഇന്നലെ വരാനൊന്നും കേട്ടില്ല. കർത്താവിനെ സ്തുതിച്ച്. എന്തോ പറഞ്ഞേ, നീ വരണം ഞങ്ങളുടെ കൂടെ. അല്ല, നിങ്ങൾ പൊക്കോളാന്ന് പറഞ്ഞില്ലേ? എത്തത്തില്ല. അല്ല, നിങ്ങൾ മരം മുറിക്കാൻ ഒക്കെ ശരിയാ, കൂടെ വരണം. പ്രവാചകൻ കൂടെ വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാം? നോക്കി, മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ മഴ യോർദാനിൽ തെറിച്ചു പോയി. കലക്ക വെള്ളത്തിന് അടുത്തത്തിൽ പെട്ടെന്ന് ഒരുത്തൻ കരഞ്ഞോണ്ട് പറഞ്ഞു, യജമാനേ വായ്പ വാങ്ങിയതാ. ഞാൻ പറഞ്ഞു, വായ്പ വാങ്ങിയതാ. ആയുധം കൊണ്ട് പോകുമ്പോൾ വായ്പ വാങ്ങിയ ആയുധം കൊണ്ട് പോകില്ലേ? ചെന്ന് പറഞ്ഞത് 1000 പേരോട് ഞാൻ കൂട്ടി പ്രാർത്ഥിക്കാം, കൊട്ടേഷൻ കൊടുത്തേക്ക്. അവർക്ക് പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെ പറ്റത്തില്ല. അത് ഉപവാസ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ കണ്ടതാണ്. വീട്ടുകാർ അല്ല ഫുഡൊക്കെ അടിച്ചിട്ട് പാസ്റ്റർമാർക്ക് കോൺട്രാക്ട് കൊടുക്കും. പിടിച്ച വാക്കന്മാർ 3 ദിവസം അവർ ഭക്ഷണം പിടിച്ചേക്ക് പൈസ കൊടുക്കും. രാമൻ പറഞ്ഞു, പറ്റത്തില്ല, നീ ഉപവസിക്കണം. വായ്പ കൈ കൊടുക്കണം. വായ്പ വാങ്ങുന്ന ആയുധങ്ങൾ ഉപയോഗിക്കരുത്. അവസാനം പറഞ്ഞു, വായ്പ വാങ്ങിയതാ പോയി. അപ്പോഴും പ്രവാചകന്റെ ഹൃദയം നിങ്ങൾ പോയി എല്ലാവരുടെ കൂടെ ഉള്ള രാമി പറഞ്ഞ്, എൻ്റെ പ്രശ്നത്തിന് എങ്ങനെ മറുപടി കിട്ടുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ട്, നിന്നോടുള്ള ദൂതാണ്. ഒരു കോല് വെട്ടി, ഇങ്ങനെ നോക്കി, ഒരു കമ്പും ഇരുമ്പും തമ്മിൽ എന്തോ ദൈവമക്കളെ ബന്ധം. ഒരു കോല് എവിടെ പോയത് ചോദിച്ചാൽ കോല് വെട്ടി അവിടോട്ട് മഴ പൊങ്ങി വന്നു. അസാധ്യമെന്ന് പറയുന്ന മണ്ഡലത്തിൽ നീ ആ വചനം ഒന്ന് അയച്ചാൽ മതി. അതാ സങ്കീർത്തനം 120 അവന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കിയവരെ കുഴിയിൽ ഡിസ്ട്രാക്ഷൻ. ആ വചനം നീ ഒന്ന് അയക്കാൻ പറഞ്ഞു. അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരികയില്ല. ആ വചനം നീ ഒന്ന് അയക്കുമ്പോൾ ആ വചനത്തിന്റെ ക്രിയ കാണാൻ കഴിയും. കമ്പ് വെട്ടിയിട്ടപ്പോൾ ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാര്യം പറയാം. രാമേ പറഞ്ഞേ, ലോക ബുദ്ധിയിൽ നിന്റെ ചിന്തയിലും ബുദ്ധിയിലും കാണാൻ ശ്രമിക്കരുത്. ഇതിനകത്ത് നോക്കിയാൽ തീക്കകത്ത് വെന്തു പോകാൻ 4-ാമനായിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇതിനകത്ത് നോക്കിയാൽ 90 വയസ്സുള്ളവണ് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ വഹിച്ചോണ്ട് പോകുന്നതാണ്. ഈ പുസ്തകം വായിക്കുമ്പോൾ എല്ലാം പ്രവർത്തനം നിന്ന ഒരു സ്ത്രീ കുഞ്ഞിന് മുലയുണ്ടെന്ന് കാണാം. ഈ എൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. ഇതാ ഒരു വാക്സാമർഥ്യമില്ലാത്തൊരു മനുഷ്യൻ വലുതി കിട്ടുമ്പോൾ ചങ്കര പുലരുന്നത്. ഒരു അമ്മയെ പറഞ്ഞു, അതുകൊണ്ടല്ലേ പലരും ഇപ്പൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ വിമർശിക്കുന്നതിൻ്റെ കാര്യം അവർക്കറിയില്ല. ഇതിനെ സൂചിച്ച് ഇവിടെ നോക്കി സൗരം വഴി ഈ അന്യഭാഷയുടെ കുറ്റപ്പെട്ട് എവിടെ തുടങ്ങിയാണെന്നറിയാം? ആകെ കൂടി തുടങ്ങിയത് പുതുമീഞ്ഞ് കുടിച്ചിരിക്കുന്നതാണ്. ദൈവത്തെ ശ്രദ്ധിച്ചേ, ഈ ദൈവത്തിന് കൊടുക്കുന്ന മണ്ഡലങ്ങൾ എത്ര എപ്പം തുടങ്ങിയാണെന്നറിയോ? ഈ സ്ത്രീ എന്ന് ആ പാത്രം അവൾ വിലയേറിയ തൈലം പൊട്ടിച്ചപ്പോൾ പായ്ജലം എന്തിനാണ് അന്ന് തുടങ്ങിയത്? ഈശോ ഒന്ന് വായടത്തി മറുപടി കൊടുത്തു. യേശു എന്താ കൊടുത്ത്? അവനെ
എന്താ പറഞ്ഞെന്നറിയാം, അവനെ ദരിദ്രരോടുള്ള കാരണമാണ്. ഇപ്പം അവർ ഇത്രയും ഉണ്ടാകുന്നെങ്കിൽ പാവം വീട് വെച്ച് കൊടുക്കുക. കർത്താവ് ദരിദ്രർ എന്നും ഉണ്ടത്. ദരിദ്രൻ എന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ ദാരിദ്ര്യം പറയുന്നവൻ കർത്താവിൻ്റെ വരവരെ കാണും. ചിന്തകൾ മാറ്റാത്തവൻ, പരാതി പറയുന്നവൻ, കുറ്റപ്പെടുത്തുന്നവൻ, ദൈവത്തെ സ്തുതിച്ചാൽ, കരങ്ങൾ വീശി കർത്താവിനെ സ്തുതിച്ചാൽ അത് അന്ത്യം വരെ കാണുന്ന. കാരണം ഞങ്ങൾ ജനിച്ചത് ഇങ്ങനെ, ഞങ്ങൾ ജനിച്ചു. ഇവിടെ ഞാൻ ഒരു വീഡിയോ ഒരു പക്ഷേ എഴുതിയിരിക്കുന്നത് ഏറ്റവും സന്തോഷം. ഒരു മനുഷ്യൻ പറയുമോ, നിങ്ങൾ ജനിക്കുന്നത് ഈ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ദരിദ്രനായിട്ട് ജനിക്കാം. ഏത് അവസ്ഥയിലും തകർന്ന കുടുംബത്തിൽ ജനിക്കാം. പക്ഷെ നിങ്ങളുടെ മരണത്തിന് മുമ്പ് നിങ്ങളുടെ അവസ്ഥയിലാണ് മരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തോടും പ്രപഞ്ചത്തോടും ലോകത്തോടും നിങ്ങൾ കണക്ക് പറയുക. കാര്യം നിങ്ങൾ മാറാനുള്ള അവസരങ്ങൾ ധാരാളം ഭൂമിയുണ്ട്. ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ ആ മഴ പൊങ്ങി വന്നെന്ന് കമ്പറിഞ്ഞപ്പോൾ ഇത് അസാധാരണ പുസ്തകം. ദൈവത്തെ ശ്രദ്ധിച്ചാട്ട് ഇതിനകത്തോട്ട് കൊണ്ട് ദൈവമില്ല, ദേവനയില്ലാതെ ഇതിന് ബിസിനസ് ആക്കുന്നുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു. കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ദൈവനാമമുണ്ട്. ദൈവത്തിന് കൊടുക്കുന്നത് ആരാധനയാണ്. അത് ഹൃദയത്തിന് വന്ന് കൊടുത്താൽ, സന്തോഷത്തോടെ കൊടുത്താൽ, നിർബന്ധത്താലല്ല, സങ്കടത്താലല്ല, സന്തോഷത്തോട് കുടുംബത്തിനെ ദൈവം സ്നേഹിക്കുന്നു. പൗലോസ് പരാമർശിച്ചിട്ടുണ്ട് മക്കതോന്യ സഭ കഠിന ദാരിദ്ര്യത്തും അവരുടെ സന്തോഷ സമൃദ്ധി. ഇവിടെ ഞാൻ ഒരു ഊരിയുണ്ട്, കണ്ണു തോന്നുന്നു. നമുക്ക് ചില വെളിപ്പാടിൽ ദൈവം വേറെ മണ്ഡലങ്ങൾ തുറക്കും. ചിലപ്പോൾ മറ്റു മെസ്സേജ് കേൾക്കുന്നതല്ല, അല്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കുന്നതായിരിക്കും. ധനവാൻ ഭണ്ഡാരത്തിലിടുന്നതാണ്, വിധവ കിട്ടും. യേശു എന്താ പറഞ്ഞത്? അവിടെ ഏറ്റവും അധികം കിട്ടും. ഞാൻ നിങ്ങളോടത്തെ പറഞ്ഞു, അവിടെ തനിക്കുള്ളതെല്ലാം അവിടെ 100 രൂപ ഉള്ളവർ 100 ഇട്ടിട്ട് പോയി. അവൻ്റെ 10,000 ഉണ്ടായിരുന്നു, അവൻ അതിനകത്ത് 100 രൂപ ഇട്ടും, അല്ലെ 1000 ഇട്ടും. എന്തോ സംഭവിച്ചെന്നറിയാവോ? 100 രൂപ അല്ലെങ്കിൽ അവരിട്ടതിൻ്റെ യഥാർത്ഥമായ വലിപ്പമാണ്. നാളെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ഇന്നത്തെ ഇട്ടു കർത്താവിന് കൊടുത്താൽ നാളെ കരുതുന്ന ഒരു ദൈവം. മന്നാടെ കാര്യം പറയുന്നത് ഒരാഴ്ചത്തെ പറക്കി വെച്ച് എല്ലാം ജയിലിൽ പോയി. എന്നാൽ കുടിപ്പാർപ്പുള്ള സ്ഥലത്ത് എന്നിട്ട് മന്നായിട്ട് ഒരു കുഴപ്പം വന്നില്ല. ദൈവം പറഞ്ഞ് അനുസരിച്ചപ്പോൾ അന്നുള്ള ആഹാരം ദൈവം ഉറപ്പാണ്. ദൈവത്തെ സുഖിച്ച് ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് 6 മാസത്തേക്കുള്ള ഫുഡ് മേടിച്ച് വെച്ചിരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അത് ആത്മീയമാണ്, ഭൗതികമാണ്. അന്നുള്ള വെളിപ്പാട് അത് ഭൗതികവും ആത്മീയവും ദൈവം അന്നു തരും. ബ്രാഹ്മണരൊക്കെ പറഞ്ഞു, യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചു കൈകൊട്ടിനെ പറഞ്ഞു, കർത്താവ് ഉണ്ടോ അത്ഭുതം നടക്കണം. പിന്നെ എന്താ പറഞ്ഞു? കർത്താവ് ഇവിടെ വീഴ് പോകുന്നു. കർത്താവിടെ വീഴ് തരും. കർത്താവ് പടലുണ്ടല്ലോ, പിന്നെ എന്താ കൊടുക്കാൻ കഴിക്കുന്നത്? പുതിയ ദൈവമുള്ള ഭവനത്തിൽ കൊടുക്കുന്നത് വരും. കാര്യം നീ എവിടെയാണ് പണിയപ്പെട്ടിരിക്കുന്ന വിഷയം. ദൈവത്തെ ശ്രദ്ധിച്ച് പ്രതികൂലങ്ങളെ കുറിച്ച് പറയുന്ന വന്മഴ ചൊരിഞ്ഞു. അങ്ങനെ പറഞ്ഞു, വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു. അതിന്മേൽ ഓർക്കം പറയുന്ന ഓർക്കം പറഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അതിന്മേൽ അലച്ചു, ഒന്ന് വീണില്ല. എന്തോ വീണതേതാ? മണലിന്റെ പേര്. ലോകത്തിന്റെ അടിസ്ഥാനത്തിൽ, ബുദ്ധിയിൽ, അറിവിൽ, ജ്ഞാനത്തിൽ ദൈവത്തെ സ്തുതിച്ച് എന്നാൽ ക്രിസ്തു വന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ട് ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലോ ആത്മാവിനെ നഷ്ടമാക്കി എന്ത് ചെയ്യും? ആ അടിസ്ഥാനത്തിൽ പണിത് വീട് എന്ത് ചെയ്തു? ഒരാമി പറഞ്ഞു നല്ലതെന്ന്. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ യേശു ഉണ്ടായിട്ടാണ് വീഞ്ഞ് തീരണം. ദൈവത്തെ സ്തുതിച്ച് എന്നോട് വറ്റി. പക്ഷെ പ്രവാചകൻ അറിയാം, ഒരാമയും പറഞ്ഞേ ഇത് ശരാബ് തുണിക്കിട്ടുണ്ട്.